हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 27-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ഉച്ചൈശ്രവസ്സമശ്വാനാം വിദ്ധി മാമമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. മലയാളം: അശ്വവർഗങ്ങളിൽ ഉച്ചൈശ്രവസ്സാണബ്ധിസംഭവൻ ഐരാവതം ഗജേന്ദ്രർക്കും നരന്മാർക്കു നരാധിപൻ. അശ്വാനാം അമൃതോത്ഭവം ഉച്ചൈശ്രവസം. കുതിരകളിൽ അമൃതമഥനത്തിൽ വെച്ച് ഉത്ഭവിച്ചതാണ് ഉച്ചൈശ്രവസ് എന്ന കുതിര. ആ ഉച്ചൈശ്രവസ് ഞാനാകുന്നു. ഗജേന്ദ്രാണാം ആനകളിൽ ഐരാവതം, അതും പാലാഴി മഥനത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, അതും ഞാനാകുന്നു. നരാണാം നരാധിപം ച മാം വിദ്ധി, മനുഷ്യരിൽ രാജാവായിട്ടും എന്നെ അറിഞ്ഞുകൊള്ളുക. അപ്പം അമൃതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞ കഥയൊക്കെ നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രസിദ്ധമാണല്ലേ പാലാഴി മഥനം എന്നുള്ള കഥ. ആ മഥനം നടന്നുകൊണ്ടിരിക്കെ പാലാഴിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറേ വസ്തുക്കൾ ഉത്ഭവിക്കുന്നു. അത് ചിലതെല്ലാം അസുരന്മാർക്ക് കൊടുക്കുന്നു, ചിലതെല്ലാം ദേവന്മാരെടുക്കുന്നു. പ്രധാനമായിട്ടും അമൃതത്തിന് വേണ്ടിയിട്ടാണ്. ആ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ ജരാനരയൊന്നും ബാധിക്കാതെ ദേവന്മാർക്ക് വീണ്ടും യൗവനം തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഐതിഹ്യം. അതിനു വേണ്ടിയിട്ടാണ് പാലാഴി കടഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് വന്നതാണ് ഉച്ചൈശ്രവസ് എന്ന പറക്കും കുതിര. ആ കുതിരയും വെളുത്ത കളറുള്ള ആന, അതാണ് ഐരാവതം. ഇത് രണ്ടും ഞാനാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമാണത്. പാലാഴി മഥനത്തിൽ നിന്ന് പൊന്തി വന്നിട്ടുള്ള ഈ ഉച്ചൈശ്രവസ് എന്ന കുതിരയും ആനകളിൽ വെച്ച് ഐരാവതവും ഞാൻ തന്നെയാകുന്നു എന്ന് അറിയൂ അർജുന. വീണ്ടും 28-ാമത്തെ ശ്ലോകത്തിൽ തുടരുകയാണ്. എല്ലാ വിഭൂതികളും, പ്രധാനപ്പെട്ട എല്ലാ വിഭൂതികളും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 22 പദ്യങ്ങളോ 23 പദ്യങ്ങളോ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ചെണ്ണേ ആയിട്ടുള്ളൂ. അടുത്തത് 28-ാമത്തെ ശ്ലോകം. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജന്നശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. മലയാളം: ആയുധങ്ങളിൽ വജ്രം ഞാൻ, കാമധേനു പശുക്കളിൽ സ്രഷ്ടാക്കളിൽ കാമനല്ലോ സർപ്പമുഖ്യർക്കു വാസുകി. അഹം ആയുധാനാം വജ്രം അസ്മി, ഞാൻ ആയുധങ്ങളിൽ വജ്രമാകുന്നു. ധേനൂനാം കാമധുക് അസ്മി, പശുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കാമധേനു ഞാനാകുന്നു. പ്രജനഃ, പ്രജോൽപത്തിക്ക് കാരണമായ കന്ദർപ്പഃ അസ്മി, കാമദേവനും ഞാനാകുന്നു. സർപ്പാണാം വാസുകിഹി ച അസ്മി, വിഷപ്പാമ്പുകളിൽ വാസുകിയും ഞാനാകുന്നു. സർപ്പങ്ങളുണ്ട്, നാഗങ്ങളുണ്ട്. അതിൽ സർപ്പത്തിൻ്റെ ശ്രേഷ്ഠനാണ് വാസുകി, അതും ഞാനാകുന്നു. ആയുധാനാമഹം വജ്രം, ദിവ്യായുധമാണ്. ഇന്ദ്രൻ്റെ ആയുധമാണ് വജ്രം. ആ വജ്രം ഞാനാകുന്നു. വൃത്രാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം ദധീചി മഹർഷി സ്വന്തം നട്ടെല്ല് ദാനം ചെയ്തിട്ട് അതുപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആയുധമാണത്രേ വജ്രം, വജ്രായുധം. അത് പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയുധം വജ്രായുധമാണ്, അത് ഞാനാകുന്നു. ധേനൂനാമസ്മി കാമധുക്, പാലാഴി മഥനത്തിൽ നിന്ന് പൊന്തി വന്നതാണ് കാമധേനു. എല്ലാ ആഗ്രഹങ്ങളും മഹർഷിമാർക്ക്, ദേവലോകത്തെ മഹർഷിമാർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തതാണ്. അപ്പോൾ എപ്പോഴും ദേവലോകത്തായിരിക്കും കാമധേനു സാധാരണയായിട്ട് ഉണ്ടാവുക. എല്ലാ മഹർഷിമാർക്കും വേണ്ടി കൊടുത്തതുകൊണ്ട് ഏതൊരു മഹർഷി എന്ത് ആഗ്രഹിച്ചാലും അത് കാമധേനുവിൽ നിന്ന് ലഭിക്കും എന്നാണ് വിശ്വാസം. ദിവ്യമായിട്ടുള്ള ഒരു പശുവാണത്രേ.
ആ പശു പശുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് കാമധേനു. ആ കാമധേനുവും ഞാൻ തന്നെയാകുന്നു. അടുത്തത് പ്രജനശ്ചാസ്മി കന്ദർപ്പ. സന്താനോൽപത്തി നടക്കണമെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും കാമം എന്ന അവസ്ഥ ഉണ്ടായേ പറ്റൂ. അതിൻ്റെ ദേവനാണ് കാമദേവൻ. ആ കാമദേവൻ ഞാനാണ്. കാരണം സൃഷ്ടി, അത് നിലനിർത്തൽ, സംഹാരം, ഇതെല്ലാം എന്നിൽ നിന്ന് തന്നെയാണെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൃഷ്ടി നടത്തണം. സൃഷ്ടി നടത്തണമെങ്കിൽ ഇന്നലെ ചൊല്ലിയ ശ്ലോകങ്ങളിൽ പറഞ്ഞു സംഹാരം ആവശ്യമാണ്. ഒരു പൂവ് കൊഴിയുമ്പോഴാണ് അതിൽ കായ് പിടിക്കുന്നത്. അതേപോലെ എന്തോ സംഹാരം നടന്നതിന് ശേഷമാണ് വേറൊന്നിൻ്റെ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ സൃഷ്ടിയായാലും സംഹാരമായാലും അടുത്ത തലമുറയെ ഉണ്ടാക്കുകയാണ് സന്താനോൽപത്തി. അതിന് എന്താണ്, എല്ലാ ജീവികൾക്കും കാമം ആവശ്യമാണ്. അതിൻ്റെ ദേവനായിട്ടുള്ള കാമദേവനും ഞാൻ തന്നെയാണ്. ഈ പ്രഖ്യാപനത്തിൽ നമ്മളുടെ ഈ വിഷയജീവിതത്തിൽ ശരീര മനോബുദ്ധി തലങ്ങളിലുണ്ടാകുന്ന ഒരു പരിപൂർണ സംതൃപ്തിയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ കാമദേവനാണ് എന്ന് പറയുമ്പോൾ. അടുത്തത് സർപ്പാണാമസ്മി ആസുകി എന്നാണ്. പരമശിവൻ്റെ വിരലിൽ കിടക്കുന്ന, മോതിരമായിട്ട് കിടക്കുന്ന സർപ്പമാണത്രേ വാസുകി, അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ മോതിരത്തോളം ചെറുതുമാണ്. അതേ സമയത്ത് തന്നെ ഇതേ വാസുകിയെ തന്നെയാണ് കയറായിട്ട് അമൃതമഥനത്തിൽ മന്ദരപർവ്വതത്തെ ചുറ്റുന്നതും. അതായത് ഒരേ വാസുകി തന്നെ, ഒരേ പാമ്പ് തന്നെയാണ് വളരെ ചെറുതായ മോതിരമായതും വളരെ ബലമുള്ള, വളരെ നീളം കൂടിയ ഒരു കയറായിട്ട് എത്രയോ ആ പർവ്വതത്തിൽ ചുറ്റിയിട്ടാണ് രണ്ടറ്റവും ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്ന കടകോലായിട്ട് മന്ദരപർവ്വതത്തെ ഉപയോഗിച്ചപ്പം അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠൻ, പാമ്പുകളിൽ തന്നെ നാഗങ്ങളുണ്ട്, സർപ്പങ്ങളുണ്ട്. അപ്പം സർപ്പങ്ങളുടെ രാജാവാണ് ഇവിടെ പറഞ്ഞത് വാസുകിന്ന്. ആ വാസുകി ഞാനാണ്. ആ സർപ്പത്തിന് ഒരു ഭണമേ ഉള്ളൂ എന്ന്. നാഗങ്ങൾക്ക് ധാരാളം ഭണമുണ്ട് അത്ര. സർപ്പത്തിന് വിഷമുണ്ട്, പക്ഷേ നാഗത്തിന് വിഷമില്ല എന്നാണ് പറയുന്നത്. ഏതായാലും സർപ്പങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വാസുകി ഞാൻ തന്നെയാകുന്നു. ഇനി 29ാമത്തെ ശ്ലോകത്തിലാണ് തുടരുന്നത്. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാതസാമഹം പിതൃണാം അര്യമാ ചാസ്മി യമ സംയമതാമഹം. മലയാളം. അനന്തൻ നാഗവർഗത്തിൽ, വരുണൻ ജലജീവിയിൽ, ആര്യമാവ് പിതൃക്കൾക്കും സംയതന്മാർക്കു ഞാൻ യമൻ. നാഗാനം അനന്തഹ. നേരത്തെ സർപ്പങ്ങളുടെ കഥയാണ് പറഞ്ഞത്, ഇപ്പം നാഗങ്ങളുടെ കഥയാണ് പറയുന്നത്. വിഷമില്ലാത്ത പാമ്പുകളിൽ അനന്തഹ, അനന്തൻ ആണ് ഏറ്റവും അതിശേഷനായിട്ടുള്ള, അനന്തനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പാമ്പ്. ആ പാമ്പ് ഞാൻ തന്നെയാകുന്നു. യാദസാം, ജലദേവതകളിൽ, വരുണഹ അഹമസ്മി, ഏറ്റവും ശ്രേഷ്ഠനാണ് വരുണൻ. ആ വരുണനും ഞാനാകുന്നു. പിതൃണാം ആര്യമ, പിതൃലോകത്തുള്ള പിതൃക്കളുടെ നാഥനാണ് ആര്യമാവ്, അതും ഞാനാകുന്നു. സംയമതാം യമഹാച്ച അഹം അസ്മി, അതായത് കാലം, ഈ ലോകത്തെ ദണ്ഡനീതി നടപ്പാക്കുന്നവരിൽ യമൻ ഞാനാകുന്നു. ധാരാളം ഭണങ്ങളുള്ള സർപ്പങ്ങളാണത്രേ നാഗങ്ങൾ. അതിൽ 1000 ഭണമുള്ള ആദിശേഷനെ നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, 1000 നാവുള്ളൊരനന്തനെ നിനക്കാകുമോ ഭഗവാനെ വാഴ്ത്താൻ എന്നൊക്കെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ധാരാളം പത്തികളുണ്ട്. ആ ആദിശേഷനെയാണ് മഹാവിഷ്ണു മെത്തയാക്കിയിട്ട് യോഗനിദ്ര ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നാഗങ്ങളിൽ വെച്ച് അനന്തൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും സ്ഥിതികർത്താവായിട്ടുള്ള വിഷ്ണുവിനും ആധാരമായിട്ട് നിൽക്കുന്നത് പരമ്പൊരുളായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഞാൻ തന്നെയാണ്. ഇനി വരുണോ യാദസാമഹം, ജലത്തിൻ്റെ അതിദേവതയാണ് വരുണൻ.
സമുദ്രങ്ങളുടെയും ജലജന്തുക്കളുടെയൊക്കെ രാജാവാണ്. അതും ഞാൻ തന്നെയാകുന്നു. പിന്നെ പറയണത് പിതൃണാം ആര്യമാ എന്നാണ്. മരിച്ചു കഴിഞ്ഞാലാണ് പിതൃലോകം എന്ന് നമ്മൾ പറയുന്നത്. ആ പിതൃലോകത്തെ അധിപതിയാണത്രേ അര്യമാവ്. ആ അര്യമാവ് ഞാൻ തന്നെയാണ്. ഈ ലോകം കഴിഞ്ഞു, ഭൂമി കഴിഞ്ഞു, വെള്ളത്തിലെ സമുദ്രം പറഞ്ഞു, ഇനി ചരങ്ങളും അചരങ്ങളോ, ചരങ്ങൾ കുറേ സാധനങ്ങൾ പറഞ്ഞു, അചരങ്ങളായിട്ടുള്ള വസ്തുക്കളെ പറ്റി പറഞ്ഞു. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഒരു 5-6 ശ്ലോകത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഏറ്റവും ശ്രേഷ്ഠങ്ങളായിട്ട് നമ്മൾ ദിവസവും കാണുന്ന സാധനങ്ങളുമാണ്. ആയുധങ്ങളിൽ വജ്രമാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ എല്ലാം സമുദ്രം, ജലാശയങ്ങളിൽ സമുദ്രമാണ്. സൂര്യഭഗവാൻ ഞാനാണ്. നക്ഷത്രങ്ങളുടെ ഇടയിൽ മിന്നുന്ന ചന്ദ്രൻ ഞാനാണ്. ഇങ്ങനെ നമ്മളെന്നും കാണുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്ന ശ്രേഷ്ഠ വസ്തുക്കളിൽ എല്ലാം തന്നെ ഭഗവാനാണ് എന്ന് ഒന്നും കൂടെ അർജുനൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിതൃലോകത്തിൻ്റെ അധിപതിയായിട്ടുള്ള അര്യമാവ് ഞാനാണ്. ഇനി സംയമതാം അഹം. മരണത്തിൻ്റെ അതിദേവതയാണ് യമൻ അല്ലേ. നമ്മൾക്ക് പേടിയുള്ള ഒരാളാണ് കാലൻ അല്ലെങ്കിൽ യമൻ. അത് നമ്മളെ ഭീതിയാണ്, നമുക്കത് കേൾക്കുമ്പോഴേ പേടിയാണ്. മാത്രമല്ല എന്താണ്, ദുഃഖമാണ്. മരിക്കേണ്ടി വരുമോ എന്നുള്ള ദുഃഖം കൂടെ ഉള്ള ഒരു ദേവനാണ്. പക്ഷേ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ ഒരു സംഹാരം ആവശ്യമാണല്ലോ. അപ്പോൾ ഈ പ്രപഞ്ച ഘടകങ്ങളെ മുഴുവനും നിയന്ത്രിക്കണം. ധാരാളമായിട്ട് സൃഷ്ടി വന്നു, പക്ഷെ സംഹാരം ഒട്ടും നടക്കുന്നില്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയാം നമുക്ക്, അതാകെ മാറും. അപ്പോൾ എവിടെയൊക്കെ ജനനം നടക്കുന്നോ, ഓരോ സെക്കൻഡിലും ജനനം നടക്കുന്ന അതേപോലെ തന്നെ ഓരോ സെക്കൻഡിലും ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് മരണവും നടക്കുന്നുണ്ട്. എന്നാലേ അവിടെ ഇക്വിലിബ്രിയം ശരിയാവുള്ളൂ, സന്തുലിതാവസ്ഥ കിട്ടുള്ളൂ. അത് നിയന്ത്രിക്കുന്നത് ആരാണ്? കാലം ആണ്. കാലൻ എന്ന് നമ്മൾ പറയുന്ന ഭഗവാനുമാണ്. ആ ദൈവം ഞാനാണ്. കാലൻ യമൻ ഞാനാണ്. അതായത് നന്മയ്ക്കും തിന്മയ്ക്കും സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ അധിഷ്ഠാനമായിരിക്കുന്നത് ഭഗവാനാണ്. പക്ഷേ ആ ഭഗവാൻ തന്നെയാണ് ഈ യമനായിട്ടും വർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും കൂടെ പറയാം. ഒരു എനർജി നശിക്കുമ്പോഴാണ് പുതിയൊരു എനർജി അതിൽ നിന്ന് വരുന്നത്. ഒരു എനർജി വേറൊരു എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു മുൻപേ നിലനിൽക്കുന്ന ഒരു വസ്തുവിനെ നശിപ്പിക്കാതെ പുതിയൊരു സൃഷ്ടി നടത്താനായിട്ട് സാധിക്കില്ല. ഇത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ സൃഷ്ടി തത്വത്തിനുള്ള അത്ര തന്നെ പ്രാധാന്യം ഈ മൃത്യു തത്വത്തിനുമുണ്ട്. രണ്ടും ഒരുപോലെയാണ്. എന്നാലാണ് നേരത്തെ പറഞ്ഞ ഇക്വിലിബ്രിയം വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ദുഃഖമാണ് അല്ലേ. എല്ലാവർക്കും ദുഃഖമാണ്. അപ്പോൾ മരണമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ കൂടും. സൃഷ്ടിജാലങ്ങളിങ്ങനെ സൃഷ്ടിക്കൽ മാത്രമാകുമ്പോൾ ആ സൃഷ്ടി കൂടി വരും. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അല്ലെങ്കിൽ ഇപ്പം മരണമില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മളുടെ എത്രയോ മുന്നേയുള്ള മുതുമുത്തശ്ശന്മാർ, എത്രയോ തലമുറ മുന്നേയുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ നമ്മുടെ വീട്ടിൽ കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾക്ക് എവിടെയെല്ലാം സൃഷ്ടി നടത്തണോ അവിടെയെല്ലാം ഒരു സംഹാരവും ഉണ്ടാവും. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? യമൻ തന്നെയാണ്. അത് ഞാൻ തന്നെയാകുന്നു. ഇനി വീണ്ടും 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തുടരുന്നു. അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരൽമന്നനുപാത്മകൽപ്പേതുമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണോ